പിന്നെ പ്ലേ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്നൊരു പ്ലേ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൈ ഇതിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്ത് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, ചെയ്യരുത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാവർക്കും അറിയാം. അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം എങ്ങനെയാണ് നോർമലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ എന്നാലും പലരും ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. തെറ്റുകൾ എന്ന് പറയാൻ സാധിക്കത്തില്ല, പക്ഷേ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല അവർ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ റേഷ്യോ അല്ല ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ സ്മൂത്തായിട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് പലരും വലിച്ചു പറിച്ചൊക്കെയാണ് ഗിയർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം കേബിൾ മെക്കാനിസമാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേബിൾ മെക്കാനിസവും സാധാരണ നോർമൽ റോഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഷിഫ്റ്റിംഗ്. അതൊക്കെ പഴയ കാലത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കമ്പിയാണ് വരുന്നത്. കമ്പിയാണ് നമ്മൾ വലിച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ശരിയാണ്, നമുക്ക് അത്രയും ഒരു ഫോഴ്സ് കൊടുക്കണം. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കൊന്നും ആ ഒരു ഫോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇപ്പം എൻ്റെ നമ്മുടെ സെലീറിയോ തന്നെയാണ്. ഈ സെലീറിയോയിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതിപ്പം ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂട്രൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഇതിപ്പോൾ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ഇതിപ്പോൾ ഒരു തേർഡ് ഗിയറിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് താഴോട്ട് തട്ടുക, ഒന്നുകൂടെ താഴോട്ട് തട്ടുക, ഇനി പോകത്തില്ല, ഒന്നുകൂടെ ഇടുക, ഒന്നുകൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴോട്ട് തട്ടിക്കഴിഞ്ഞാൽ സെൻട്രലുള്ള പോർഷനാണ് ന്യൂട്രൽ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പം ഏതെങ്കിലും ഒരു ഗിയറിൽ കിടക്കുക നമ്മൾ സങ്കല്പിക്കുക. അതായത് ഈ ഒരു ഗിയറിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അതായത് ഫോർത്ത് ഗിയർ ആണ്. നമ്മൾ താഴോട്ട് പോകുന്ന നോക്കിയാൽ ഇല്ല, ജസ്റ്റ് ഒന്ന് മേലോട്ട് തട്ടി നോക്കുക, ഒന്നുകൂടെ തട്ടുക. ഇപ്പം നമുക്ക് മനസ്സിലായി തേർഡ് ഗിയർ. ഒന്നുകൂടെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് എന്ന് മനസ്സിലായി. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ന്യൂട്രൽ പൊസിഷൻ. അല്ല പണ്ടത്തെ കാലത്ത് നമുക്കിങ്ങനെ വലിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഗിയർ നല്ല സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞത് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ കൈ വളരെ സിമ്പിളായിട്ട്, അതായത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ്, അതുപോലെ തന്നെ നേരെ ഇപ്പോൾ ഫസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഫസ്റ്റിൽ നിന്ന് നേരെ സെക്കൻഡിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് തട്ടുക, ഇങ്ങനെ ന്യൂട്രൽ പൊസിഷനിലായി ഒന്നുകൂടെ സൈഡിലോട്ട് വലിക്കുക, ബാക്കിലോട്ട് ഇടുക. അതായത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്ന സിറ്റുവേഷനിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിക്കുക, ന്യൂട്രൽ പൊസിഷൻ, ഒന്നുകൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ. ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട്, അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോഴ്സും, അതായത് പലരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വലിച്ചു പിടിച്ചൊക്കെയാണ് ഇടുന്നത്. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ വലിച്ചിടേണ്ട കാര്യമില്ല. വളരെ സ്മൂത്തായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, ഇനി തേർഡ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ജസ്റ്റ് നമ്മളിങ്ങനെ തട്ടിയാൽ മതി. ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്. അതായത് സെക്കൻഡിലിരിക്കുന്ന ഈ വാഹനം ജസ്റ്റ് ഞാൻ ഇങ്ങനെ ചുമ്മാ തട്ടിയതുള്ളൂ, ന്യൂട്രൽ വന്നു. ഇങ്ങനെ ഇട്ടാൽ തേർഡ് കണ്ടോ. അതായത് ഞാൻ ജസ്റ്റ് ഒരു ഫോഴ്സേ അപ്ലൈ ചെയ്തോളൂ. ഈ സമയത്ത് ക്ലച്ച് ഔട്ടാൻ മറക്കല്ല കേട്ടോ ആരും. ഞാൻ ക്ലച്ച് ഔട്ടുന്ന കാര്യം പറയാത്ത വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ തേർഡ്, ഇനി തേർഡ് കഴിഞ്ഞ് ഫോർത്തിലോട്ട് ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി, സിമ്പിൾ കണ്ടോ, സിമ്പിളായിട്ട് അത് ഫോർത്തിലോട്ട് വന്നു. ഇനി ഫിഫ്ത്ത് ഗിയറിലോട്ട് ഇടുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ന്യൂട്രൽ ഈ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക, ഇങ്ങനെ ഒന്ന് ഇടുക. അതായത് ഒട്ടും ഫോഴ്സ് ഞാൻ കൊടുക്കുന്നില്ല. അതായത് പലരും ചെയ്യുന്ന വലിച്ചിടുന്നതിന് പകരം ഒരു കാരണവശാലും നമ്മൾ വലിക്കാതെ വളരെ സ്മൂത്തായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് നല്ല സ്മൂത്തായിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിലാണെങ്കിലും പ്രശ്നങ്ങൾ വരത്തില്ല. ഗിയർ ലിവറിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു ബെഡ് അസംബ്ലി, അതിനകത്ത് ഒരു ബോൾ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തേയ്മാനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ തേയ്മാനോ കാര്യങ്ങളൊന്നും വരാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്നൊരു പ്ലേ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇതിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്ത് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല, ചെയ്യരുത്. അതിന് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ആംറസ്റ്റ് മേടിച്ച് വെച്ചിട്ട് ആംറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഗിയർ നോബിൽ റെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗിയർ നോബിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗിയറിന് തേയ്മാനവും കാര്യങ്ങളൊക്കെ വരും. അത് ഗിയറിന് മാത്രമല്ല, നമ്മുടെ സെലക്ടറിൻ്റെ അവിടെ തേയ്മാനം വരും, ഗിയറിൻ്റെ നോബിൻ്റെ താഴെ വരുന്ന ബോളിന് തേയ്മാനം വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊരു കഴിവതും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ കൈ റെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഗിയർ ഷിഫ്റ്റിങ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു ദിവസം കൊണ്ടാവത്തില്ല, പതുക്കെ ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആകാൻ സാധിക്കും.